السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وبارك وسلم عليه. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة وأعوذ بكلمات الله التامات من شر عقابه وعذابه ومن شر عباده ومن همزات الشياطين وأعوذ بك من أن يحضرون. സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അർഹമുറാഹിമീനായ റബ്ബേ, നിന്റെ നബിമാരെ കുറിച്ച് പറയുന്ന ഈ ഒരു സംരംഭത്തിൽ പങ്കെടുക്കുന്ന, ലൈവ് വീക്ഷിക്കുന്ന പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, ജന്നാത്തുൽ ഫിർദൗസിൽ അംബിയാക്കളോടൊപ്പം നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. അർഹമുറാഹിമീനായ റബ്ബേ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖാത്തിമുൽ അംബിയ ആണ്, അവസാനത്തെ നബിയാണ്. അവസാനത്തെ നബിയുടെ ചരിത്രം വരെ, അവർക്കു ശേഷം വന്ന സ്വഹാബത്തിന്റെ ചരിത്രം വരെ പറയുവാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ. ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. സ്നേഹമുള്ള കൂട്ടുകാരെ, ഞാൻ കൂടുതൽ ആമുഖമൊന്നും പറയുന്നില്ല. നമ്മൾ മൂന്നാമത്തെ വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തുടക്കത്തിൽ ഇതിന്റെ ആമുഖം പറഞ്ഞു. രണ്ടാമത്തെ ദിവസം അബുൽ ബഷർ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പറഞ്ഞു. മൂന്നാമത്തെ ദിവസം അൽഹംദുലില്ലാ മൂന്നാമത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് സിദ്ദീഖായ, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം വിശേഷണം നൽകിയ സിദ്ദീഖായ ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ചാണ്. പറയുന്നതിന് മുമ്പ് ഒരു ചെറിയ ഹദീസ് ബറക്കത്തിന് വേണ്ടി നമുക്ക് പറയാം. പ്രത്യേകിച്ച് COVID-19 ലോക്ക്ഡൌൺ തുടങ്ങി മാനസികമായും പല രീതിയിലും പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് വളരെ അത്യാവശ്യമായി അറിയേണ്ട ഒരു ഹദീസ്. ജസ്റ്റ് അതൊരു ചരിത്രമാണ്. ആ ചരിത്രത്തിലൂടെ നമ്മൾ ആ ഹദീസ് പഠിക്കുന്നു. അതിൽപ്പെട്ട ഒരു ദിക്ർ നമ്മൾ പഠിക്കുന്നു. നമുക്കറിയാം, എന്നാലും ആ സംഭവം ഒന്ന് പറയുകയാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ മദീനത്തെ പള്ളിയിൽ നിസ്കാരത്തിന്റെ സമയമല്ലാത്ത സമയത്ത് പോവുകയാണ്. അപ്പോൾ അൻസാറുകളിൽപ്പെട്ട അബൂ ഉമാമ റളിയല്ലാഹു അൻഹു അവിടെ പള്ളിയിൽ എങ്ങനെ ഇരിക്കുന്നുണ്ട്. നബി തങ്ങൾ ചോദിച്ചു, അബൂ ഉമാമ എന്തു പറ്റി, നിസ്കാരത്തിന്റെ സമയത്തല്ലാതെ എന്തേ പള്ളിയിൽ എന്ന് വെച്ചു. അപ്പൊ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, വല്ലാത്ത ടെൻഷനാണ്, വിട്ടുമാറാത്ത ടെൻഷൻ, അതേപോലെ കടങ്ങളുമുണ്ട് നബിയെ. ആ ഒരു വിഷമത്തിൽ മനസ്സ് നൊന്തുകൊണ്ട് ഞാൻ പള്ളിയിൽ വന്നിരിക്കുകയാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ ഉമാമയോട് പറഞ്ഞു, അബൂ ഉമാമ, ഞാൻ നിനക്ക് കുറച്ച് വാചകങ്ങൾ പഠിപ്പിച്ചു തരാം. അത് പഠിച്ചു നീ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ചൊല്ലിയാൽ, നീ ആ വാചകങ്ങൾ പറഞ്ഞാൽ, പ്രഭാതത്തിലും പ്രദോഷത്തിലും പറഞ്ഞാൽ, അബൂ ഉമാമ, നിന്റെ കടങ്ങളെല്ലാം വീടും, നിന്റെ ടെൻഷനൊക്കെ മാറും എന്ന് പറഞ്ഞു. എന്താണ് നബിയെ അതെന്ന് ചോദിക്കേണ്ട താമസം അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വ അഊദു ബിക മിനൽ അജ്സി വൽ കസൽ വ അഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വ അഊദു ബിക മിൻ ഗലബത്തിദ് ദൈനി വ ഖഹ്രി റിജാൽ. സിമ്പിൾ ആണ്. ഹമ്മ് വരാൻ പോകുന്ന ഓരോ കാര്യത്തെ കുറിച്ചുള്ള ടെൻഷനാണ്. ഹുസ്ന്, ഹസൻ, കഴിഞ്ഞുപോയ കാലത്തെ കുറിച്ച് നമ്മൾ വെറുതെ ടെൻഷൻ അടിക്കുന്നതാണ്. ഇത് ഭീരുത്വമാണ്. ജുബിൻ, ബുഖിൽ എന്ന് പറഞ്ഞ പിശുക്കാണ്. അജ്സ് എന്ന് പറഞ്ഞ അശക്തത, കസൽ എന്ന് പറഞ്ഞ മടി, വലബത്തുദ്ദൈൻ എന്ന് പറഞ്ഞ കടം കൂടുക, കടം ആധിപത്യം സ്ഥാപിക്കുക, ഖഹ്രി റിജ എന്ന് പറഞ്ഞ ആളുകൾ അതിന്റെ പേരിൽ നമ്മളെ ബാക്കിൽ വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവുക. ഇതിൽ നിന്നെല്ലാം അള്ളാഹുവെ നിന്നോട് കാവലിനെ തേടുന്നു എന്ന കലിമത്തുകൾ പറഞ്ഞാൽ മതി അബൂ ഉമാമ എന്ന് പറഞ്ഞു. പിന്നെ അബൂ ഉമാമ ഈ ഹദീസിന്റെ ബാക്കി പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ ചെയ്തു, അങ്ങനെ എന്റെ കടം വീടി, എന്റെ ടെൻഷനൊക്കെ മാറി. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട, എന്റെ ഈ ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ചുള്ള ചരിത്രം കേൾക്കാൻ പോകുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും 3 പ്രാവശ്യമെങ്കിലും
اللهم إني أعوذ بك من الهم والحزن وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال. ഇൻഷാ അല്ലാഹ് നമ്മളത് പറയണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പറയുകയാണ്. ഒരു കാര്യം കൂടെ, ഇന്നലെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പറഞ്ഞപ്പോ ആദം നബി പതിവാക്കിയ ഒരു ദുആ, റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. സ്വർഗ്ഗത്തിലെ ഒരിക്കലും കഴിക്കരുതേ എന്ന് അല്ലാഹു തആല പറഞ്ഞ പഴം കഴിച്ചതിന്റെ ആ വിഷമം വിട്ടുമാറാൻ, അതിന്റെ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു ചെറിയ തെറ്റ് അള്ളാഹു പുറത്തു കൊടുത്തു. എന്നിട്ട് പോലും ആ തെറ്റിന്റെ പേരിൽ അള്ളാഹുവെ ഞാനും ഹവ്വാ ബീവിയും നിന്നോട് അക്രമം കാണിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നീ പുറത്തു തന്നില്ലെങ്കിൽ ഞങ്ങൾ പരാജിതരിൽ പെട്ടുപോകും അള്ളാഹുവെ എന്ന് പറയുന്ന ദുആ, ഇത് നമ്മളും പലപ്പോഴും ദുആ ചെയ്യുന്നത് നല്ലതാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം തുടങ്ങാം. മഹാനായ ഇദ്രീസ്, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹില്യത്തുൽ ഔലിയ എന്ന ഗ്രന്ഥത്തിൽ കാണാം, നബി തങ്ങൾ അവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അവ്വലു മൻ ഖത്ത ബിൽ ഖലം. പേന കൊണ്ട്, നമ്മളൊക്കെ എഴുത്തും വായനയും കൊണ്ടാണ് ഇത്രയും നമ്മളൊക്കെ ഉയർന്നത്, നമ്മളൊക്കെ ഇങ്ങനെയായത് എഴുത്തും വായനയും തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ നാട്ടിൽ അഭിവന്യ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നടത്തുന്ന മദ്രസ സംവിധാനങ്ങളെ കൊണ്ടാണ് നമ്മളൊക്കെ ഇന്ന് ആദരവായ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചും സ്വഹാബത്തിനെ കുറിച്ചും അള്ളാഹുവിനെ കുറിച്ചൊക്കെ ശരിക്കും പഠിച്ചത്. അതില്ലാത്ത ഉത്തരേന്ത്യയിൽ നമുക്കിതിന്റെ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ നമുക്ക് ഒരുപാട് ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. അള്ളാഹു നമ്മളെയൊക്കെ രക്ഷപ്പെടുത്തി. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. നമ്മൾ മഹാഭാഗ്യവാന്മാരാണ്. നമ്മൾക്ക് ഖുർആൻ ഓതാൻ അറിയാം, നമുക്ക് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചറിയാം, തങ്ങളുടെ പത്നിമാരെ കുറിച്ചറിയാം, തങ്ങളുടെ മക്കളെ കുറിച്ചറിയാം, സ്വഹാബികളെ കുറിച്ചറിയാം. നമ്മൾ ഭയങ്കര ഭാഗ്യവാന്മാരാണ്. ഇപ്പൊ ഇതാ അൽഹംദുലില്ലാ, അങ്ങനെ പല ചരിത്രങ്ങളും നമുക്കറിയാം. മഹാനായ ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് ഹബീബ് പറഞ്ഞത് അവ്വലു മൻ ഖത്ത ബിൽ ഖലം, പേന കൊണ്ട് ആദ്യമായി എഴുതിയ വ്യക്തിയാണ് ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അതുപോലെ മറ്റൊരു വിശേഷണം ഫലക്ക്, നുജൂം, ആസ്ട്രോണമി, നക്ഷത്ര അറിവുകൾ മഹാനായ ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നന്നായി ഉണ്ടായിരുന്നു. നക്ഷത്രങ്ങളെ കുറിച്ചുള്ള, രാശിയെ കുറിച്ചുള്ള അറിവുകൾ ഉണ്ടായിരുന്നു മഹാനായ ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഏതായിരുന്നാലും അതുപോലെ മുആവിയ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ പറയുന്നുണ്ട്, അറബികളിൽ ചിലരൊക്കെ, ഖുറൈശികളിൽ ചിലരൊക്കെ, നബിമാരുടെ സഹാബികളിൽ ചിലരൊക്കെ അന്ന് ഈ അസ്മാഇന്റെ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില എഴുത്തുകളും മണലിൽ എഴുതുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് നബിതങ്ങളോട് ചോദ്യം ചോദിച്ചപ്പോ നബിതങ്ങൾ പറഞ്ഞു, അന്നഹു കാന നബിയ്യുൻ യഖുത്തു ബിഹി ഫമൻ വാഫഖ ഖത്തഹു ഫദാക. ഒരു നബി അങ്ങനെ എഴുതാറുണ്ടായിരുന്നു, ആ നബിയോട് യോജിക്കുന്ന ആളുകൾക്ക് ഓക്കെ, അതേ രീതിയിലാണെങ്കിൽ കുഴപ്പമില്ല എന്ന് നബിതങ്ങൾ പറഞ്ഞിരുന്നു. ഏതായാലും മഹാനായ ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ രണ്ട് സ്ഥലത്താ പറഞ്ഞത്. പക്ഷെ പറഞ്ഞത് ഭയങ്കര കഴമ്പാണ്. ഒന്ന്, വദ്കുർ ഫിൽ കിതാബി ഇദ്രീസ് ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യ വറഫഅനാഹു മകാനൻ അലിയ്യ. ഒന്ന് സൂറത്ത് മറിയം 56-ാമത്തെ ആയത്തിൽ വദ്കുർ ഫിൽ കിതാബി ഇദ്രീസ് ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യ വറഫഅനാഹു മകാനൻ അലിയ്യ. മറ്റൊന്ന് സൂറത്തുൽ അംബിയാ വഇസ്മാഈല വഇദ്രീസ വദൽ കിഫ്ലി കുല്ലും മിനസ് സ്വാബിരീൻ. ഈ രണ്ടായത്തിലാണ് മഹാനായ ഇദ്രീസ് നബിയെ കുറിച്ച് അള്ളാഹു പറയുന്നത്. പിന്നീട് ഹദീസിലൂടെയും തഫ്സീറിലൂടെയും ചരിത്രകാരന്മാർ എഴുതി വെച്ച കാര്യങ്ങളിലൂടെയുമാണ് മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതിലൂടെ നമുക്ക് കിട്ടുകയാണ്. ആരായിരുന്നു ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകൻ ഷീസ് നബി അലൈഹിസ്സലാം. നമ്മള് ഇന്നലെ ചെറുതായി സൂചിപ്പിച്ചു, ഷീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹാബീലിന്റെ പകരക്കാരനായി അള്ളാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നൽകിയ മകനായിരുന്നു
ഷീസ് നബി അലൈഹി സ്വലാം. അതുകൊണ്ട് ഷീസ് നബിക്ക് മറ്റൊരു പേര് കൂടി ഉണ്ട്, ഹിബത്തുള്ള, അള്ളാഹുവിന്റെ വരദാനം. ഹാബീൽ റളിയല്ലാഹു അൻഹുവിന്റെ പകരം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ലഭിച്ചവരായതുകൊണ്ട് മറ്റൊരു പേര് കൂടി ഉണ്ടായിരുന്നു, ഹിബത്തുള്ള. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്ന് നേരെ ഷീസ് നബിയിലേക്കാണ് പോയത്. പിന്നെ ഓരോ പിതാക്കന്മാരിലൂടെ, ഓരോ നബിമാരിലൂടെ അങ്ങനെ വന്നു. ഷീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകൻ, ഷീസ് നബിക്ക് അല്ലാഹു തആല ഏടുകൾ നൽകിയിട്ടുണ്ട്, 50 ഏടുകൾ നൽകിയിട്ടുണ്ട്. ഷീസ് നബിയുടെ ഭാര്യ മഖ്വാഇലത്തുൽ വഅദാ എന്ന് പറയുന്ന ഒരു സഹോദരിയായിരുന്നു. അത് ആദം സന്തതികളിൽപ്പെട്ടവർ തന്നെയായിരുന്നു. അവരുടെ മകൻ അനൂഷ് എന്നവരുടെ മകൻ, അവരുടെ ചരിത്രമുണ്ട് ചെറുതായിട്ട്. മകൻ കൈനാൻ, ഷീസ് നബിയുടെ മകൻ അനൂഷ്, അനൂഷിന്റെ മകൻ കൈനാൻ, കൈനാന്റെ മകൻ മഹ്ലായിൽ എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യനുണ്ടായിരുന്നു സാദ നബിയുടെ സന്താന പരമ്പരയിൽ. മഹ്ലായിൽ, ഈ മഹ്ലായിൽ എന്നവരായിരുന്നു ലോകത്ത് ആദ്യമായി സിസ്റ്റമാറ്റിക് ആയിട്ട് കൃഷിപ്പണി തുടങ്ങിയത്. ആദ നബി ചെയ്തിരുന്നു, പക്ഷെ കൃത്യമായി ഒരു ഓർഡറിലേക്ക് കർഷക പണിയും അതുപോലെ നഗര നിർമ്മിതിയും അതുപോലെ വീടുകളും പള്ളികളും അത് എടുപ്പുകളൊക്കെ നിർമ്മിക്കാൻ തുനിഞ്ഞിരുന്ന ഒരു പ്രത്യേക എഞ്ചിനീയർ, കോൺട്രാക്ടർ പോലെ പ്രവർത്തിച്ചിരുന്ന ഒരാളായിരുന്നു മഹ്ലായിൽ റളിയല്ലാഹു അൻഹു. നല്ല മനുഷ്യനായിരുന്നു. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശേഷം ഇദ്രീസ് നബി വരുന്നതുവരെ, ഷീസ് നബിക്കും ശേഷം കാര്യങ്ങളൊക്കെ നോക്കി നടത്തിയിരുന്നത് ഞാൻ ഈ പറഞ്ഞ ആളുകളൊക്കെ ആയിരുന്നു. അനൂഷ്, കൈനാൻ, മഹ്ലായിൽ. ഈ മഹ്ലായിൽ ആയിരുന്നു അന്നത്തെ രാജാവ്. മഹ്ലായിൽ ഒരു മകനുണ്ട് യർദ്. അതിന്റെ അപ്പുറത്ത് ഈ മഹ്ലായിൽ എന്നവരിൽ നിന്ന് പിന്നീട് രാജഭരണം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തന്നെ മകൻ ഖയൂമറസ് എന്ന് പറഞ്ഞ ആള് അതെടുക്കുകയും പിന്നെ അവരുടെ ഒരു പരമ്പര, മകൻ ഹൂഷജിന്, മകളുടെ മകൻ തംഹൂറത്ത് എന്നിവർ കുറച്ചു കാലം ഭൂമി ഭരിച്ചു. കുഴപ്പമൊന്നുമില്ല. അന്നൊക്കെ എല്ലാവരും നല്ല ആളുകളാണ്, ആദം നബിയുടെ സന്തതികളാണ്, ഹാബീലിന്റെയും ഷീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഏടുകൾ അനുസരിച്ച് ജീവിച്ചു പോരുന്നവരാണ്, നല്ല ഇസ്ലാമിക അന്തരീക്ഷത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. ആ ഒരു രീതിയിലാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ആ ഒരു 3 ആളുകൾ മാത്രം അവിടെ കുറച്ചു കാലം ഭരിച്ചു. പിന്നെ തിരിച്ചു മഹ്ലായിലിന്റെ മകൻ യർദിന്റെ കയ്യിൽ തന്നെ എത്തി. യർദിന്റെ മകൻ അഖ്നൂഹ് എന്ന് അറബിയിൽ പറയുന്ന ആളാണ് മഹാനായ ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അഖ്നൂഹ് എന്ന് വേറൊരു പേരുകൂടി ഉണ്ടായിരുന്നു. അപ്പൊ ഏതായാലും ഇതാണ് ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വംശ പരമ്പര. ഇനി മഹാനവരുടെ ഒരു വിശേഷണങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഇൻഷാ അല്ലാഹ് വളരെ കൂടുതലായൊന്നും നമുക്ക് പറയാനുള്ള കുറച്ചേ ഉള്ളൂ. എന്നാലും അൽഹംദുലില്ലാഹ് ഉള്ളത് കൃത്യമായി മനസ്സിലാക്കുന്നത് ഖൈറാണ്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് അവസാനം നമുക്ക് ദുആ ചെയ്ത് പിരിയണം. അല്ലാഹു തആല നമ്മുടെ ഈ ഇതൊരു സൽക്കർമ്മമായി സ്വീകരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയും നമ്മുടെ ഉപ്പാനെയും ഉമ്മാനെയും നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനായ ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നല്ല ആബിദായിരുന്നു. എപ്പോഴും ഇബാദത്തോണ്ട് ഇബാദത്ത്. കാരണം അന്ന് എല്ലാവരും നല്ലവരാണല്ലോ. പക്ഷെ എന്നാലും ചില ദുൽമും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറച്ചൊക്കെ. പക്ഷെ എല്ലാവരും മുസ്ലിങ്ങളായിരുന്നു. അതിൽപ്പെട്ട ചില പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അതിനെ നീക്കം ചെയ്യുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ദൗത്യം, മഹാനായ ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദൗത്യം. അതുകൊണ്ട് തന്നെ നന്നായി ഇൽമുള്ള ആളായിരുന്നു, ഹിക്മത്തുള്ള ആളായിരുന്നു. ഷീസ് നബിയുടെ ഏടുകളൊക്കെ നന്നായി പഠിച്ചു വായിച്ചു മനസ്സിലാക്കിയ ആളായിരുന്നു. ഇങ്ങനെ പഠിച്ചു വായിച്ചു മനസ്സിലാക്കുന്ന ഒരാൾ, ആദം നബിക്കും ഷീസ് നബിക്കും ലഭിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വായിച്ചു മനസ്സിലാക്കുന്ന ഒരാളായതുകൊണ്ട് ദർസ്, ആ ഒരു കാര്യത്തിൽ നിന്നാണ് അഖ്നൂഹ് എന്ന പേരുണ്ടായിരുന്ന ഇദ്രീസ് നബിക്ക് ഇദ്രീസ്, ദർസിൽ നിന്ന് വന്നതാണ് ഇദ്രീസ്, പഠിച്ചുകൊണ്ടേയിരിക്കുക എന്നതിൽ നിന്ന് വന്നതാണ് ഇദ്രീസ് എന്ന പേര് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇദ്രീസ് നബി ജനിച്ചിരുന്നു എന്നൊരു അഭിപ്രായമുണ്ട്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും വഫാത്തിന്റെയും ഇദ്രീസ് നബിയുടെ നുബുവത്തിന്റെയും ഇടയിൽ 200 വർഷത്തെ ഗ്യാപ്പ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ 300-ാമത്തെ വയസ്സിലായിരുന്നു ഏകദേശം ഇദ്രീസ് നബി നബിയായി വർത്തിക്കുന്നത്. ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പ്രായപൂർത്തിയായപ്പോൾ അള്ളാഹു റസൂലാക്കിയിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു ഗ്യാപ്പ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ഇടയിൽ 200 വർഷത്തെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു പ്രവർത്തനങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കൊക്കെ. ഏതായാലും
മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പല രീതിയിലും സഹാബത്തിനെ പഠിപ്പിച്ച പാഠങ്ങളായതുകൊണ്ട്, വിഷയങ്ങളായതുകൊണ്ട് ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വിശേഷങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവര് നല്ല ഇഖ്ലാസ് ഉള്ള ആളായിരുന്നു. അൽ ഇഖ്ലാസു ഫി ഇബാദത്തില്ലാഹ്, ആത്മാർത്ഥമായി ചെയ്യുന്ന പ്രവൃത്തി വളരെ ആത്മാർത്ഥമായി ചെയ്യുന്ന മഹാനായ നബിയായിരുന്നു, അള്ളാഹുവിന്റെ നബിയായിരുന്നു മഹാനായ ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം വിശേഷിപ്പിച്ച സിദ്ദീഖ് എന്നും നബി എന്നും ആദ്യമായി അള്ളാഹു വിശേഷിപ്പിച്ച നബിയാണ് ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് ഖുർആനിൽ 25 പ്രാവശ്യം വന്നിട്ടുണ്ട്. പക്ഷെ ആ വന്നിടത്തൊന്നും നബിയ എന്ന് പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ടില്ല. ഇദ്രീസ് നബിയുടെ കൂടെയാണ് നബി അള്ളാഹു സുബ്ഹാനഹു വ തആല നബിയ എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞത് എന്ന് നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. പിന്നെ അദ്ദേഹം പ്രത്യേകമായി ജനങ്ങൾക്ക് ഉപദേശിച്ചിരുന്ന കാര്യമായിരുന്നു അദിൽ, നീതി പുലർത്തുന്ന കാര്യം. എല്ലാ കച്ചവടത്തിലും മറ്റു ജീവിതത്തിന്റെ എല്ലാ വശങ്ങളിലും എല്ലാ സമയങ്ങളിലും നീതി പുലർത്തണമെന്ന് അദ്ദേഹം പ്രത്യേകമായി ജനങ്ങളെ ഉപദേശിച്ചു കൊണ്ടേയിരുന്നു. അതുപോലെ സ്വലാത്ത്, സക്കാത്ത്, അതുപോലെ സിയാം ബഅദൽ അയ്യാം, ചില ദിവസങ്ങളിൽ നോമ്പെടുക്കുക, സക്കാത്ത് കൊടുക്കുക, നന്നായി നിസ്കരിക്കുക, അക്രമങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക, അനാവശ്യ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജനങ്ങളെ നന്നായി ഉപദേശിച്ച് ആളുകളൊക്കെ നന്നായി അവസാനം ഇങ്ങനെയൊരു മെച്ചം ഇദ്രീസ് നബിക്ക് ഉണ്ടായിരുന്നു. അതായത് അന്നത്തെ ജനങ്ങളുടെയൊക്കെ, കാരണം ഒരാളോട് ഉപദേശിച്ച് അയാൾ നന്നായാൽ അയാൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഒക്കെ മിത്ല് തവാബ്, അതേപോലത്തെ കൂലി ഇതിന് പ്രേരിപ്പിച്ച ആൾക്ക് ലഭിക്കുമെന്നാണല്ലോ. ഇദ്രീസ് നബി കണ്ണിൽ കണ്ട ആളുകളെയൊക്കെ ഉപദേശിച്ച് അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് എല്ലാവരുമായും ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇടപഴകി. അങ്ങനെ ഇദ്രീസ് നബിക്ക് ഇങ്ങനെ ഒരു വിശേഷം ഉണ്ടായിരുന്നു. അന്നത്തെ ജനങ്ങളുടെ മുഴുവൻ അമലുകൾ ഒരു തട്ടിലും ഇദ്രീസ് നബിയുടെ അമല് ഒരു തട്ടിലും വെച്ച ഇദ്രീസ് നബിയുടെ അമലിന് ഭാരം കൂടും. കാരണം ഇദ്രീസ് നബിയായിരുന്നു മറ്റു ജനങ്ങളെ കാര്യങ്ങൾ പഠിപ്പിച്ചിരുന്നത്, അവരെ നല്ല മാർഗത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരുന്നത് എന്നതാണ്. നമ്മുടെ സിദ്ദീഖ് തങ്ങളെ കുറിച്ച് പറയണ്ട. അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ ഈമാൻ ഒരു തട്ടിലും നമ്മുടെ ഈമാൻ മറ്റൊരു തട്ടിലും വെച്ച സിദ്ദീഖ് തങ്ങളുടെ ഈമാന് ഭാരം തൂങ്ങുമെന്ന് പറയുന്ന പോലെ മഹാനായ ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അറിവുകളും നേടിയ പ്രവർത്തികളുമെല്ലാം ഒരു ഭാഗത്തും മറ്റൊരു ഭാഗത്തും വെച്ച ഇദ്രീസ് നബിയുടേതിന് ഭാരം തൂങ്ങുമത്രേ. വളരെ വളരെ അർത്ഥവത്തായ ഒരു സംഭവമാണ് നമ്മൾ ഈ പറഞ്ഞത്. മഹാനായ ഇദ്രീസ് നബിക്ക് 72 ഭാഷകൾ അറിയായിരുന്നു. 72 ഭാഷകളിൽ പ്രാവീണ്യം ഉണ്ടായിരുന്നു മഹാനായ ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്. ഏതായിരുന്നാലും ഇനി ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വിശേഷണങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഒരിക്കൽ ഇബ്ലീസ് ഇദ്രീസ് നബിയെ പഴപ്പിക്കാൻ വന്നൊരു സംഭവം ചരിത്രത്തിൽ പറയുന്നുണ്ട്. ഇദ്രീസ് നബി അവലോ മൻ ഖാത്തബിൽ ഇബ്റത്തി എന്നൊക്കെ സൂചി കൊണ്ടും നൂലുകൊണ്ടൊക്കെ തുന്നുന്ന കാര്യങ്ങൾ ആദ്യമായി ചെയ്തതും മഹാനായ ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആയിരുന്നു എന്നും ചില ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. നൂലെടുത്തിട്ട് തുന്നുക, അങ്ങനെ ഈ തുന്നി ജീവിക്കുന്ന ഒരാളായിരുന്നു മഹാനായ ഇദ്രീസ് നബി. ഇങ്ങനെ തുന്നിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരിക്കൽ ഇബ്ലീസ് വന്ന് പഴപ്പിക്കാൻ വന്നു. അള്ളാഹുവിന്റെ ഖദർ ഖലായിൽ സംശയം ജനിപ്പിക്കുന്ന രൂപത്തിൽ ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോ അതിന് തക്കതായ മറുപടി നൽകിക്കൊണ്ട് ഇബ്ലീസിന്റെ കണ്ണിൽ അദ്ദേഹം സൂചി കൊണ്ട് കുത്തി എന്ന് പറയുന്നുണ്ട്. ഇബ്ലീസിന്റെ കണ്ണിന് പ്രശ്നം വന്നു എന്ന് പറയുന്നുണ്ട്, ചരിത്രത്തിൽ പറയുന്നുണ്ട്. ഏതായിരുന്നാലും മഹാനായ ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഈ സൽക്കർമ്മങ്ങളും പ്രവർത്തികളും അമലുകളും ഇബാദത്തുകളും കണ്ടിട്ട് മലക്കുകൾക്ക് ഇദ്രീസ് നബിയെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പല മലക്കുകളും സന്ദർശിക്കാൻ വരും, കാണാൻ വരും. പക്ഷെ എപ്പോഴും ഇബാദത്തിലായിരുന്നത് കൊണ്ട് ഇദ്രീസ് നബിയെ അങ്ങനെ കിട്ടൂല, ആളങ്ങോട്ട് കിട്ടൂല. അങ്ങനെ പറയില്ല, നമ്മൾ എപ്പോഴും വിഭാഗത്തിലാണ്. ഒരുപാട് മഹാന്മാരെ ഉലിയാക്കന്മാരൊക്കെ അങ്ങനെയാണല്ലോ. ഏതായിരുന്നാലും മലക്കുകളിൽപ്പെട്ട ഒരു മലക്ക് ഒരിക്കൽ ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുത്തിൽ വന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ഒരിക്കൽ ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരുടെ കൂടെ ആകാശത്തേക്ക് പോയ ചരിത്രം നമുക്ക് ലാസ്റ്റ് പറയാം. അതിന്റെ മുമ്പ് അള്ളാഹു സുബ്ഹാനഹു വ തആല സിദ്ദീഖ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇദ്രീസ് നബിയെ. സിദ്ദീഖ് അത്രയ്ക്കും സത്യസന്ധനായിരുന്നു മഹാനായ ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. സിദ്ദീഖൻ നബിയ, ഒരു കളവ് പോലും പറയാത്ത, കളവ് എന്തെന്ന് പോലും മനസ്സിലാവാത്ത, അങ്ങനെ തന്നെ പറയാം, അങ്ങനത്തെ ഒരാളായിരുന്നു. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്ന ഒരാൾ ചോദിച്ചു, നബിയെ അയകൂനുൽ മുഅ്മിനു ജബാനൻ, മുഅ്മിന് ഭീരുവാകുമോ നബിയെ? നബി തങ്ങൾ പറഞ്ഞു, മുഅ്മിന് ഭീരുവാകാം, പിന്നെ ധൈര്യം ഉണ്ടായി, നല്ല ഫുൾ ടൈം ധൈര്യം ഉണ്ടായിക്കൊള്ളണമെന്നൊന്നുമില്ല. വീണ്ടും ചോദിച്ചു, നബിയെ അയകൂനുൽ മുഅ്മിനു ബഖീലൻ, മുഅ്മിൻ പിശുക്കനാവുമോ നബിയെ? നഅം, മുഅ്മിൻ പിശുക്കനാവും.
പിന്നെ ചോദിച്ചു അയകൂനുൽ മുഅ്മിനു കദ്ദാബൻ, മുഅ്മിൻ കളവ് പറയുന്നവനാവുമോ നബിയെ? നബി തങ്ങൾ പറഞ്ഞില്ല, മുഅ്മിൻ ഒരിക്കലും കളവ് പറയൂല. ഈമാനും കദിബും തമ്മിൽ യോജിക്കൂല. കളവ് പറയുന്നുണ്ടെങ്കിൽ ഈമാൻ ഇല്ല എന്ന് മനസ്സിലാക്കണം. അള്ളാഹു നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് അള്ളാഹു കാക്കട്ടെ. നമ്മളൊക്കെ എത്ര കളവാ പറയും. അള്ളാഹു കാത്താൽ നമ്മളെ രക്ഷപ്പെട്ടു. മഹാനായ ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പറയുമ്പോൾ അങ്ങനെ ഒരു സംഭവം കൂടി ചില മഹാന്മാരൊക്കെ പറയുന്നുണ്ട്. അതായത് സിദ്ദീഖ്, സത്യം പറയുക എന്നുള്ള ഏറ്റവും നല്ല കാര്യം. അതുപോലെ ഹുസ്നുൽ ഖുൽഖും. പിന്നെ ഒരായത്തിൽ പറഞ്ഞു ഇസ്മാഈല വ ഇദ്രീസ വദൽ കിഫ്ലി കുല്ലും മിനസ് സാബിരീൻ. സൊബറും സിദ്ഖും, സത്യസന്ധതയും ക്ഷമയും, ഇത് രണ്ടും ഇദ്രീസ് നബിക്ക് ഉണ്ടായിരുന്നു. ഭയങ്കര ക്ഷമയുടെ ആളായിരുന്നു. സൊബർ എന്ന് പറഞ്ഞാൽ എന്താ? ഹബ്സുൻ നഫ്സി അലാ മാ തക്റഹ്. നിനക്ക് ഇഷ്ടമില്ലാത്ത നീ വെറുക്കുന്ന ഒരു കാര്യത്തിന്റെ മേലില് ശരീരത്തെ പിടിച്ചു വെക്കുക. വെറുക്ക മീൻസ് നമ്മൾ ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത എന്നാൽ ചെയ്യേണ്ടതായ കാര്യങ്ങൾ, ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ശരീരത്തെ പിടിച്ചു വെച്ചിട്ട് ചെയ്യിപ്പിക്കാം. അതാണ് സൊബർ പറഞ്ഞാല്. അല്ലെങ്കിൽ ഒരിക്കലും ചെയ്യരുതാത്ത കാര്യത്തിന് മേലെ പിടിച്ചു വെക്കുക, ചെയ്യാതെ പിടിച്ചു വെക്കുക നമ്മുടെ ശരീരത്തെ. അതാണ് ക്ഷമ എന്ന് പറഞ്ഞാൽ. അതും നന്നായിട്ടുണ്ടായിരുന്ന മഹൽ വ്യക്തിത്വമായിരുന്നു മഹാനായ ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അതുപോലെ ഇദ്ദേഹം സൂചി തുന്നിക്കൊണ്ടിരിക്കുമ്പോൾ നന്നായി ദിക്റുകൾ ചൊല്ലിയിരുന്ന ആളായിരുന്നു. പ്രത്യേകിച്ച് സുബ്ഹാനല്ലാഹ് എന്ന ദിക്റായിരുന്നു കാര്യമായി ചൊല്ലിയിരുന്നത്. നേരത്തെ ഇബ്ലീസ് വന്ന സമയത്തൊക്കെ ദിക്റ് ചൊല്ലിക്കൊണ്ടായിരുന്നു മഹാനവറുകൾ തുന്നിക്കൊണ്ടിരുന്നത് എന്നൊക്കെ ചരിത്രത്തിൽ പറയപ്പെടുന്നുണ്ട്. ദിക്റ്, അതുപോലെ സൊബർ, അതുപോലെ സിദ്ഖ്, ഇതൊക്കെ അങ്ങോട്ട് കൂടിച്ചേർന്നാൽ അള്ളാഹുവിനും മലക്കുകൾക്കൊക്കെ ഇഷ്ടമുള്ള ഒരാളായി തീരും എന്നത് നമുക്ക് ഈ ഒരു ചരിത്രത്തിൽ നിന്ന് പാഠമായി ലഭിക്കുന്നതാണ്. നബിമാരുടെ ചരിത്രത്തിൽ നിന്ന് ബുദ്ധിയുള്ളവർക്ക് ഒരുപാട് പാഠം ഉൾക്കൊള്ളാനുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഖുർആനിൽ തന്നെ നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസ്, നബിമാരുടെ ചരിത്രത്തെ കുറിച്ച് അങ്ങനെ പറയുന്നത്. ഏറ്റവും നല്ല ചരിത്രമാണ് നബിമാരുടെ ചരിത്രം. ഖുർആനിൽ ഒരുപാട് ഭാഗത്തുണ്ട്. ഏതായിരുന്നാലും ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. മഹാനായ ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പിന്നൊരു സംഭവമുണ്ട്. ഇദ്രീസ് നബി വഫാത്തായിട്ടുണ്ടോ ഇല്ലയോ, ഇദ്രീസ് നബിയെ ആകാശത്തേക്ക് ഉയർത്തിയിട്ടുണ്ടോ ഇല്ലയോ, 1-2 റിപ്പോർട്ടുകളുണ്ട്. അതിൽ പ്രബലമായ അഭിപ്രായമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭൂമിയിൽ ഇദ്രീസ് നബിയുടെ പ്രവർത്തനങ്ങളൊക്കെ കാണാൻ വേണ്ടി ഒരു മലക്ക് വന്നു. മലക്കിന്റെ കൂടെ ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആകാശത്തേക്ക് പോയി. അതിനൊരു കാരണം ഉണ്ടായിരുന്നു. കാരണം ഇദ്രീസ് നബിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. തന്റെ പ്രായം, തന്റെ വയസ്സ് എത്രയാണോ അതിലേറെ കുറച്ചുകൂടി ദീർഘായുസ് ലഭിക്കാനുള്ള ഒരു ആഗ്രഹം മഹാനായ ഇദ്രീസ് നബിക്ക് ഉണ്ടായിരുന്നു. ആ ആഗ്രഹം തന്റെ മലക്കിനോട് അറിയിച്ചു. തന്റെ കൂട്ടുകാരനായ ഒരു മലക്കിനെ അറിയിച്ചു. മലക്ക് ഇദ്രീസ് നബിയെയും കൂട്ടി ആകാശത്തേക്ക് 1-ാം ആകാശം പിന്നിട്ട് 2-ാം ആകാശം പിന്നിട്ട് 3-ാം ആകാശം പിന്നിട്ട് 4-ാമത്തെ ആകാശത്തെത്തി മലക്ക്. അവിടെ നിന്ന് റൂഹ് പിടിക്കുന്ന മലക്കുൽ മൗത്ത് അസ്രായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടുമുട്ടുകയാണ്. അപ്പോ ഈ മലക്ക് അസ്രായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു, ഇദ്രീസ് ഉണ്ടല്ലോ, നമുക്കറിയാം, എല്ലാവർക്കും പരിചയമുള്ള ആളാണ്, മലക്കുകൾക്കൊക്കെ പരിചയമുള്ള ആളാണ് ഇദ്രീസ് നബി അലൈഹി സ്വലാം. ഇദ്രീസിന് അദ്ദേഹത്തിന്റെ പ്രായം കൂട്ടിക്കൊടുക്കണം, അദ്ദേഹത്തെ അള്ളാഹു നിശ്ചയിച്ച അജലിൽ നിന്ന് കുറച്ച് കൂട്ടിക്കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോ അസ്രായിൽ ചോദിച്ചു, വായന ഇദ്രീസ് എവിടെയെന്ന് ചോദിച്ചു. ഇദ്രീസ് അവിടെ ഉണ്ടല്ലോ. അതിൽ അസ്രായിൽ അത്ഭുതപ്പെട്ടു. അത്ഭുതമേ അത്ഭുതം, ഒരു സംഭവം തന്നെ. എന്നോട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇദ്രീസ് നബിയുടെ റൂഹ് പിടിക്കാൻ പറഞ്ഞത് 4-ാം ആകാശത്ത് വെച്ചാണ്. പക്ഷെ അദ്ദേഹമുള്ളത് ഭൂമിയിലുമാണ്. ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു എങ്ങനെ ഇപ്പൊ ഇത് നടക്കുക. പക്ഷെ അള്ളാഹു തആല ഇത് നടത്തി തന്നു. ഒരു നിമിഷം പോലും അവരുടെ ആയുസ്സിൽ നീട്ടിക്കിട്ടൂല. അത് അള്ളാഹു തആല അനുവദിക്കുന്നില്ല. ഇപ്പൊ തന്നെ പിടിക്കുന്നു പറഞ്ഞ് പിടിച്ചു. അങ്ങനെ ദീർഘായുസ്സിന് വേണ്ടി ആഗ്രഹിക്കാൻ ഒരു കാരണമുണ്ടായിരുന്നു അദ്ദേഹം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അദ്ദേഹം നാട്ടിലെ ജനങ്ങളുടെ അമലിന്റെ ഒക്കെ കൂലി, ജനങ്ങൾ ചെയ്യുന്ന നല്ല പ്രവൃത്തികളുടെ ഒക്കെ കൂലി ഇദ്രീസ് നബിക്ക് കിട്ടുമായിരുന്നു. അങ്ങനെ കിട്ടുന്ന കൂലി കുറച്ചുകൂടെ കാലം കിട്ടണമെന്ന് ആഗ്രഹിച്ചിരുന്നു മഹാനായ ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഈ ദഅവത്ത് നടത്തുന്ന ആളുകളൊക്കെ, അള്ളാഹുവിന്റെ ദീനിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നവരും അള്ളാഹുവിന്റെ നന്മ
പ്രവർത്തിക്കാൻ വേണ്ടി ജനങ്ങളെ ക്ഷണിക്കുന്നവരും നമ്മുടെ വീട്ടിൽ തന്നെ മക്കളെ നന്നാക്കുന്നവരൊക്കെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ മക്കള് വലുതായിക്കൊണ്ടിരിക്കുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തികളുടെയൊക്കെ കൂലി ബാപ്പാർക്കും ഉമ്മാർക്കും ഉണ്ടാവും, രക്ഷിതാക്കൾക്ക് ഉണ്ടാവും. നമ്മൾ ആരാണോ ഇതിന് കാരണക്കാരാവുന്നത് അവർക്കൊക്കെ ആ ചെയ്യുന്ന ആളുകളുടെ പ്രവൃത്തിയുടെ കൂലി അവർക്കും ഉണ്ടാവും എന്ന് നാം മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിനൊക്കെയുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. നേരത്തെ ഞാൻ പറഞ്ഞു, ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സുബ്ഹാനല്ലാഹ് എന്ന ദിക്ർ ധാരാളമായി ചൊല്ലിയിരുന്നു. സുബ്ഹാനല്ലാഹ് എന്ന ദിക്റിനും വല്ലാത്ത പവറുണ്ട്. കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ തഖീലത്താനി ഫിൽ മീസാൻ ഹബീബത്താനി ഇലർ റഹ്മാൻ. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം, മീസാനിൽ വളരെ നന്നായി ഭാരം തൂങ്ങുന്നത്, പറയാൻ എളുപ്പം സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. അത് എന്റെ പ്രിയപ്പെട്ടവരെ നാം ധാരാളമായി നമ്മളും ചൊല്ലണം. ഇദ്രീസ് നബിയെ കുറിച്ച്, ഇദ്രീസ് നബിയുടെ ആകാശത്തേക്ക് വറഫഅനാഹു മകാനൻ അലിയ്യ എന്ന ആയത്തിനെ ചുറ്റിപ്പറ്റിയിട്ട് മറ്റൊരു ചരിത്രം കൂടിയുണ്ട്. ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വഫാത്തായിട്ടില്ല, സ്വർഗത്തിലാണുള്ളത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നാലാം ആകാശത്ത് വെച്ച് അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം ഇസ്രാ മിഅറാജിന്റെ സമയത്ത്, മിഅറാജിന്റെ ആകാശാരോഹണം നടത്തിയ സമയത്ത് നബിയെ സ്വീകരിക്കാനുണ്ടായിരുന്ന, നാലാം ആകാശത്ത് നബിയെ സ്വീകരിക്കാനുണ്ടായിരുന്ന ആൾ ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആയിരുന്നു. മറ്റൊരു റിപ്പോർട്ട് ഞാൻ മലയാള പുസ്തകത്തിൽ വായിച്ചതാണ്. മലക്കുൽ മൗത്ത് അസ്രായിൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇദ്രീസ് നബിയെ കാണാൻ വന്നു. അള്ളാഹുവിനോട് അനുവാദം ചോദിച്ചു കാണാൻ വന്നു നാട്ടിൽ, പിന്നെ ഭൂമിയിൽ വെച്ച് കാണാൻ ഒരു കുറെ ശ്രമിച്ചു. പക്ഷെ ഇബാദത്താണ്, നോമ്പാണ്, നോമ്പ് തുറക്കുന്ന സമയമുണ്ട്, ആ സമയത്ത് മാത്രമാണ് സംസാരിക്കാനുള്ള അവസരം കിട്ടുക. അപ്പൊ നോമ്പ് തുറക്കുന്ന സമയത്തെ പ്രതീക്ഷിച്ച് മലക്കുൽ മൗത്ത് അസ്രായിൽ അലൈഹി സ്വലാത്തു വസ്സലാം കാത്തിരുന്നു. അങ്ങനെ നോമ്പ് തുറക്കുന്ന സമയത്ത് ഒന്നാമത്തെ ദിവസം സംസാരിക്കാൻ കഴിഞ്ഞില്ല, രണ്ടാമത്തെ ദിവസം സംസാരിക്കാൻ കഴിഞ്ഞില്ല, മൂന്നാമത്തെ ദിവസം സംസാരിച്ചു, കുറെ നല്ല കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തു. അങ്ങനെ ലാസ്റ്റ് ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇത് മലക്കുൽ മൗത്താണെന്നൊക്കെ അറിഞ്ഞപ്പോ പറഞ്ഞു, എന്റെ റൂഹിനൊന്ന് പിടിക്കണം, നിങ്ങളൊന്ന് പിടിച്ച് കാണിച്ചു തരണം. അദ്ദേഹത്തിന്റെ ആഗ്രഹം സഫലമാക്കി കൊടുത്തു, പിടിച്ചു. പക്ഷെ അല്ലാഹു തആല അപ്പൊ തന്നെ റൂഹ് തിരിച്ചിട്ട് കൊടുത്തു. പിന്നെ ഒന്ന് ആകാശത്തേക്കൊക്കെ ഒന്ന് പോയി സ്വർഗലോകങ്ങളും കാര്യങ്ങളൊക്കെ, ആകാശ ലോകങ്ങളൊക്കെ കാണണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അസ്രായിൽ അലൈഹി സ്വലാത്തു വസ്സലാം കൊണ്ടുപോയി എല്ലാം കാണിച്ചു കൊടുത്തു. നരകം കണ്ടു, മറ്റു ഭാഗങ്ങളൊക്കെ കണ്ടു. അവസാനം സ്വർഗത്തിലേക്ക് വന്നപ്പോ സ്വർഗത്തിന്റെ ഉള്ളിലൊന്ന് നടന്നു കാണണമെന്ന് ആഗ്രഹം. ഇതൊക്കെ അള്ളാഹുവിന്റെ സമ്മതത്തോടെ നടക്കുന്നത്. നടന്നു കാണണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നടന്നു കാണുന്ന സമയത്ത് അവസാനം അസ്രായിൽ അലൈഹി സ്വലാത്തു വസ്സലാം തിരിച്ചു പോകുകയല്ലേ എന്ന് ചോദിച്ചപ്പോ ഇദ്രീസ് നബി പറഞ്ഞു, ഇല്ല, ഞാൻ തിരിച്ചു പോരുന്നില്ല, ഞാൻ ഇവിടെ നിൽക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ പ്രശ്നമായി, തർക്കമായി. വേറൊരു മലക്കിന് അല്ലാഹു തആല അയച്ചു. ആ മലക്ക് അവർക്കിടയിൽ രമ്യമായി പരിഹരിച്ചു. അതായത് സ്വർഗത്തിൽ വന്നുകൊണ്ടൊരാൾ ഒരാഗ്രഹം പ്രകടിപ്പിച്ചാൽ ആ ആഗ്രഹത്തിനെതിരായിട്ടൊന്നും ചെയ്യാൻ പാടില്ല, പറയാൻ പാടില്ല. അങ്ങനെ സ്വർഗത്തിൽ തന്നെ നിൽക്കാനുള്ള അവസരം ഉണ്ടായി. പിന്നെ അവിടുന്ന് ആകാശത്തേക്ക് പോയതാണെന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ഈ ചരിത്രം അത്ര സ്വഹീഹല്ല എന്ന് പ്രത്യേകമായി പറയാം. ഏതായിരുന്നാലും മഹാനായ ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് കളക്ട് ചെയ്യാവുന്ന രീതിയിൽ കളക്ട് ചെയ്ത വിഷയങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി സംവദിച്ചത്. ഇൻഷാ അള്ളാഹ് നാളെ മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പറയാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. കൂടുതലൊന്നും പറയുന്നില്ല, ചെറുതായി വളരെ സിമ്പിളായി ഹ്രസ്വമായ രൂപത്തിൽ ഓരോ നബിമാരെ കുറിച്ചും നാം പഠിക്കണം. ഇന്ന് നാം ചരിത്രത്തോട് കൂടെ കുറച്ച് കാര്യങ്ങൾ കൂടെ പഠിച്ചു. ആദ്യമായി പഠിച്ചു അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ എന്ന ദുആ പഠിച്ചു. അത് നാം ചൊല്ലണം എല്ലാ ദിവസവും, രാവിലെ 3 പ്രാവശ്യം, വൈകുന്നേരം 3 പ്രാവശ്യം. പിന്നെ നാം സിദ്ദീഖ് തങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ, സിദ്ദീഖാണെന്ന് പറഞ്ഞപ്പോ സത്യസന്ധതയെ കുറിച്ച് പറഞ്ഞു. സത്യസന്ധത യഹ്ദി ഇലൽ ബിർ, അത് നന്മയിലേക്ക് നയിക്കുന്നു, നന്മ സ്വർഗത്തിലേക്ക് നയിക്കുന്നു. കളവ് തിന്മയിലേക്കും തിന്മ നരകത്തിലേക്കും നയിക്കുന്നു എന്ന വിഷയം നമ്മൾ മനസ്സിലാക്കി. ഒരിക്കലും ഈമാനും കളവും തമ്മിൽ യോജിക്കൂല എന്ന വിഷയം നമ്മൾ ഇന്ന് പറഞ്ഞു. പിന്നെ ദിക്റിനെ കുറിച്ച് പറഞ്ഞു, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. പിന്നെ ക്ഷമയെ കുറിച്ച് പറഞ്ഞു. നല്ല ക്ഷമാശീലരും നല്ല ക്ഷമയും നല്ല സത്യസന്ധതയും അതുപോലെ ദിക്റും നൗറാദും ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നല്ല മുഅ്മിനായി ജീവിക്കാൻ പറ്റും. വിശുദ്ധ റമദാന്റെ 3-ാമത്തെ ദിവസമായ ഇന്ന് മഹാനായ നബിമാരിൽ വളരെ പ്രധാനിയായ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി ഖുർആനിൽ എടുത്തു പറഞ്ഞ ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് ചില ഭാഗങ്ങൾ, ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി.
അള്ളാഹു തആല നാം മനസ്സിലാക്കിയത് സ്വീകരിക്കട്ടെ. ഇൻഷാ അള്ളാഹ് ദുആ ചെയ്യുകയാണ്. അർഹമുർ-റഹീമീനായ റബ്ബ് നാം പറഞ്ഞതും കേട്ടതൊക്കെ സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരുപാട് ആളുകൾ കമന്റിലും മറ്റു പല രീതിയിലൊക്കെ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ കൊണ്ട് കാര്യമായി ചെയ്യാൻ കഴിയുന്നത് അത് തന്നെയാണ്. അതുകൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. അർഹമുർ-റഹീമീനായ രാജ സയ്യിദായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹുവേ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. റഹ്മാനും റഹീമുമായ അല്ലാഹ്, അവരുടെ ഹലാലായ മുറാദുകൾ നീ പൂർത്തീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ നോമ്പ് നീ സ്വീകരിക്കണേ അല്ലാഹ്. ഈ റമദാൻ മാസം ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി നിർത്തിത്തരണമേ അല്ലാഹ്. ഒരിക്കലും പ്രതികൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ പെടുത്തരുതേ റഹ്മാനെ. അല്ലാഹുവേ, അർഹമുർ-റഹീമീനായ രാജ സയ്യിദായ അല്ലാഹ്, ഞങ്ങൾക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ കുടുംബത്തിന് നീ അഭിവൃദ്ധിയും ഐശ്വര്യവും നൽകണേ റഹ്മാനെ. പ്രയാസപ്പെട്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് പ്രയാസപ്പെട്ടിരിക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ, ഒരുപാട് സഹോദരിമാർ, അവർക്കൊക്കെ മനസ്സിന് നീ സമാധാനം നൽകണേ റഹ്മാനെ. അവരുടെയൊക്കെ മനസ്സ് നീ ശാന്തമാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, അവരുടെയും ഞങ്ങളുടെയൊക്കെ കാര്യങ്ങളെല്ലാം നീ എളുപ്പമാക്കി തരണേ അല്ലാഹ്. ഞങ്ങൾക്ക് നീ നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നൽകണേ അല്ലാഹ്. നന്നായി പഠിക്കുവാനും പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുവാനും നന്നായി കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുവാനുമുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും നിന്റെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. യാ റബ്ബന റഹം വാലിദൈനാ കമാ റബ്ബയാനാ സിഗാറ. അല്ലാഹുവേ, ഞങ്ങളുടെ വാപ്പ, ഞങ്ങളുടെ ഉമ്മ, ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഒരുപാട് പ്രയാസപ്പെട്ട് നോക്കിയവരാണ് റബ്ബേ. അവർക്ക് നീ റഹ്മത്തും റാഹത്തും നൽകണേ അല്ലാഹ്. മരിച്ചുപോയ ഞങ്ങളുടെ വാപ്പാർക്കും ഉമ്മാർക്കും എല്ലാവർക്കും വല്യമാർക്കും എല്ലാവർക്കും നീ മഗ്ഫിറത്തും മർഹമത്തും ഖബർ ജീവിതം സ്വർഗ ജീവിതവും ആക്കി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളൊക്കെ മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടെ മരിക്കുവാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളൊക്കെ ദോഷങ്ങൾ നീ പുറത്തു തരണേ അല്ലാഹ്. ഇങ്ങനെ ചെയ്യുന്ന ഈ പ്രവർത്തികളെല്ലാം നീ സ്വീകരിക്കണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് മറ്റു നബിമാരെ കുറിച്ചൊക്കെ പറയാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് തരട്ടെ ഇൻഷാ അല്ലാഹ്. ഇനി നൂഹ് നബിയെ കുറിച്ച് നമുക്ക് പിന്നെ പറയാം. അല്ലാഹു സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.